സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവിക അരുന്ധതിയോട് നേർക്ക് നേരെ നിന്ന് തന്നെ പറയുന്നുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമ്പം എൻ്റെ അമ്മയോ എൻ്റെ കുടുംബത്തെയോ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നിന്നെ MLA ആക്കിയത് ഞാനാ, അതിൻ്റെ നന്ദിയാണോ നീ കാണിക്കണേന്ന് ചോദിക്കുമ്പം മേഡം എന്നെ MLA ആക്കിയതെന്ന് ആരാ പറഞ്ഞ്? എന്നെ MLA ആക്കിയത് ഇവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഞാൻ ജയിച്ചതും MLA ആയതും, അല്ലാതെ മേഡം കാരണമൊന്നുമല്ല. മേഡം ചിലപ്പോൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ എൻ്റെ വിജയത്തിന് പിന്നിൽ മേഡത്തിൻ്റെ ഒരു കൈ പോലും ഇല്ല. അതും പറഞ്ഞ് മേഡം എൻ്റെ അടുത്തേക്ക് വരുവോ വേണ്ടാന്ന്. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ഭയങ്കരമായിട്ടൊരു അടി കിട്ടുന്ന പോലെ തന്നെ ആവുന്നുണ്ട്. ദേവികയെ MLA ആക്കി കഴിഞ്ഞാൽ ദേവിക അരുന്ധതിയുടെ ഒപ്പം എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുമെന്നുള്ളൊരു തോന്നലാണല്ലോ ഈ അരുന്ധതി ദേവികയെ പിടിച്ച് MLA ആക്കിയത്. പിന്നീട് അരുന്ധതിയോട് ദേവിക പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഞാനാ, അതും എൻ്റെ ജീവിതം നഷ്ടപ്പെടുമെന്നുള്ളൊരു അവസ്ഥയിലെത്തിയിട്ടും ഞാൻ നിങ്ങളെയോ നിങ്ങളുടെ മകനെയോ ഒറ്റ കൊടുത്തില്ല. അതിൻ്റെ നന്ദിയായിരിക്കും നിങ്ങളുടെ മകനിപ്പോൾ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും ഇനിയും അവൻ എൻ്റെ കുടുംബത്തിന് നേരെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുന്ന അതേ ഞാൻ തന്നെ അവനെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടും. അവന് പിന്നെ ഒരു ജീവിതം ഉണ്ടാവില്ല, അവൻ പിന്നെ ആ കട്ടിലിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് മേഡം മകനെ നല്ലോണം ഒന്ന് ഉപദേശിച്ചേക്കാൻ. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് ദേവിക ഈ പറയുന്നത്? നീയാണ് ഋഷിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതെന്നുള്ളത് സത്യ. പക്ഷേ ഋഷി ഇപ്പോൾ ചെയ്യുന്നതൊന്നും എൻ്റെ അറിവോട് കൂടിയല്ല. ഞാൻ അവനോട് പല പ്രാവശ്യം താക്കീത് ചെയ്തതാണ് ഋഷിയോട് ഈ നാട് വിട്ട് എങ്ങനെയെങ്കിലും പോവാൻ. പക്ഷേ അവൻ അതിന് കൂട്ടാക്കണില്ല. അവനക്ക് പ്രഭാവതിയോട് പകരം വീട്ടണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട്, ഇനി അമ്മയോട് പ്രതികാരം ചെയ്യാൻ ഋഷിക്ക് ഒരു അവകാശമില്ല. അമ്മ അന്ന് സ്റ്റേഷനിൽ സ്വമേധയ കീഴടങ്ങി ശിക്ഷ വാങ്ങാൻ തയ്യാറായതാ. അന്ന് മേഡമല്ലേ പരാതിയില്ലെന്നും ഋഷിയുടെ അപകടം ആക്സിഡൻ്റായിട്ട് സംഭവിച്ചതാ, അമ്മയ്ക്ക് അതിലൊരു പങ്കുമില്ലാന്ന് സ്റ്റേഷനിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തത്. പിന്നെ അതും പറഞ്ഞ് പ്രതികാരത്തിന് നടക്കാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ലാന്ന്. അത് കേട്ടതും അരുന്ധതിക്ക് അന്നാ ചെയ്തത് മണ്ടത്തരായി പോയെന്ന് തോന്നുന്നുണ്ട്. പിന്നീട് അരുന്ധതി പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പം മാറ്, ഞാൻ പോട്ടെ എന്ന് പറയുമ്പം മേഡം പോണേനൊന്നും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മേഡത്തിന് ഓർമ്മയുണ്ടാവണം. ഇതിന് വിപരീതമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേഡം വിചാരിക്കുന്ന തിരിച്ചടി ആയിരിക്കില്ല കിട്ടാൻ പോണേ, തിരിച്ചടി അതിലും വലുതായിരിക്കും. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ദേവിക അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടത്തിലാണ്. കാരണം ഇപ്പോൾ നന്ദനും സിദ്ധാർത്ഥനും ദേവികയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാവുമല്ലോ എന്നുള്ള പേടിയിൽ തന്നെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ചന്ദ്രമതി വിളിക്കുന്നുണ്ട്. ചന്ദ്രമതി വിളിച്ചതും പ്രഭാവതി ഫോൺ എടുത്തിട്ട് എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം, അതേ പ്രഭയെ, ഒരു കാര്യമുണ്ടായി. ഇന്നലെ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങൾ ത്യാഗരാജൻ എങ്ങനെയോ അറിഞ്ഞു. അവനപ്പം തന്നെ ആ ഋഷിയെ തല്ലാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ പിന്നെ ഒരുപാട് പാടുപെട്ടിട്ട് അവനിവിടെ പിടിച്ചു നിർത്തിയത്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ത്യാഗരാജനെ നീ കണ്ണടച്ച് വിശ്വസിക്കൊന്നും വേണ്ട ചന്ദ്രമതി, അവനും ഇതിൽ പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. ത്യാഗരാജനും അരുന്ധതിയും തമ്മിൽ എന്തൊക്കെയോ ഡീലുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നലെന്ന്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഒരു സംശയമുണ്ട് പ്രഭ. എന്തായാലും ഞാൻ അവനെ തൽക്കാലം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അത് ചിലപ്പോൾ അവൻ എൻ്റെ മുന്നിൽ ആളാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതും പ്രവർത്തിച്ചതും ആയിരിക്കും. ഋഷിയെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രകടനമായിരുന്നു എന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഒരു കാരണവശാലും നീ ഇനി ത്യാഗരാജനെ കണ്ണുടച്ച് വിശ്വസിക്കരുത് ചന്ദ്രമതി. എപ്പോഴും നമ്മളൊരു സംശയ കണ്ണോട് കൂടി മാത്രമേ അവനെ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ അത് വലിയൊരു ആപത്തിന് കാരണമാവുമെന്ന്. പിന്നീട് നന്ദൻ വന്നിട്ട് അമ്മയെന്ന് വിളിക്കുന്ന സമയത്ത് പ്രഭാവതി വേഗം തന്നെ ഞാൻ പിന്നെ വിളിക്കാൻ ചന്ദ്രമതി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് നന്ദൻ വിളിക്കണ കേട്ടിട്ട് പ്രഭാവതി അങ്ങോട്ട് ചെല്ലുമ്പോൾ നന്ദനാണെങ്കിൽ പ്രഭാവതിയെ കാണാണ്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് എന്താ നന്ദാന്ന് ചോദിക്കുമ്പം, അമ്മ എവിടെയായിരുന്നു, ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, എന്താ വരാണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം, അത് ചന്ദ്രമതി ഫോൺ വിളിച്ചേക്കായിരുന്നു, ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്നതുകൊണ്ട് നന്ദൻ വിളിച്ചത് കേട്ടില്ല. നന്ദൻ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, അമ്മയ്ക്ക് ഭയങ്കര വിഷമമല്ലേ ഇപ്പോഴും എന്ന് ചോദിക്കുന്നു. എന്തിനാ നന്ദ എനിക്ക് വിഷമം എന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്പലത്തിൽ നടന്ന ആ ഒരു കാര്യം വെച്ച് അമ്മയുടെ മുഖം ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ, അമ്മയ്ക്ക് അവനോട് പ്രതികരിക്കാനും പറ്റിയില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം അമ്മയുടെ മുഖത്ത് ഞാൻ കാണുന്നുണ്ടെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല നന്ദ, എനിക്ക് അങ്ങനെ ഒരു വിഷമവുമില്ല. എന്തായാലും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ കുടുംബം സന്തോഷമായി തന്നെ മുന്നോട്ട് പോകണം. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഞാനിപ്പോൾ ടെൻഷൻ അടിക്കാറോ വിഷമിക്കാറോ ഇല്ല. ഞാൻ പണ്ടത്തെ സ്വഭാവത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറി. പണ്ട് എന്നെ ആരെങ്കിലും അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞാൻ അവർക്ക് നല്ല മറുപടി തന്നെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല നന്ദ. അതുകൊണ്ട് നീ ഇനി അത് മനസ്സിൽ കൊണ്ടേ നടക്കുമൊന്നും വേണ്ട, വിട്ട് കളഞ്ഞേരേന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, എനിക്കതങ്ങനെ വിട്ട് കളയാനൊന്നും പറ്റില്ല, ആ ഋഷിയെ വെറുതെ വിടാനും പറ്റില്ല. എൻ്റെ അമ്മയെ പരസ്യമായി അപമാനിച്ച അവനക്ക് തക്കതായ ശിക്ഷ കൊടുക്കാതെ ഞാൻ അടങ്ങൂല. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, നന്ദ നീ ഞാൻ പറയണത് കേൾക്ക്,
ഇനി നീ അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് പോയാൽ വീണ്ടും ഈ പക കൂടിയിട്ട് വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് ജീവിക്കണം എന്നല്ലേ. ഇപ്പം തന്നെ എന്തോരം പ്രശ്നങ്ങൾ കടന്നുപോയി. കുറേ കാലം ചെയ്യാത്ത കുറ്റത്തിന് സിദ്ധു ജയിലിലായിരുന്നു. പിന്നെ സിദ്ധുവിനെ ആ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ വേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടു. ഇപ്പോഴാണെങ്കിൽ കേസെല്ലാം തീർന്ന് സിദ്ധു പുറത്തുണ്ട്. അതുപോലെ ദേവിക MLA ആയി. ഇപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കുടുംബത്തൊത്തായിട്ടുള്ള കമ്പനികളെല്ലാം നമുക്ക് തിരിച്ച് കിട്ടാറായി. അതുകൊണ്ട് തന്നെ നന്ദ, നീ ഇനി ഒരു പ്രശ്നത്തിനും പോകരുത്. അവൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോട്ടെ, കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ പക താനെ തണുത്ത് പോയിക്കോളൂ. ആ സമയത്ത് നന്ദ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവൻ്റെ പക തീർന്നില്ലെങ്കിലോ അമ്മയെ വീണ്ടും അവൻ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതപ്പോഴല്ലേ, അത് നമുക്ക് അന്നേരം നോക്കാം നന്ദ. ഇപ്പം നീ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിനും പോകരുത്. അമ്മയോട് നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അമ്മ പറയണത് നീ കേൾക്കണം. ആ സമയത്ത് നന്ദനാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രജനീനെയും ഗിരീഷിനെയാണ്. രജനിയാണെങ്കിൽ ഗിരീഷിനോട് പറയുന്നുണ്ട്, എന്തായാലും ആ ദേവിക ഞാൻ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത് എന്തായിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഗിരീഷൻ പറയുന്നുണ്ട്, നിനക്ക് എന്താ രജനി പറ്റിയ, നീ കുശുമ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ദേവിക ഏത് നേരവും ആരാ വിളിക്കണമെന്ന് നോക്കി ഫോണും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയല്ല. ദേവികയ്ക്ക് പല മീറ്റിങ്ങുകളും കാര്യങ്ങളും ഉണ്ടാവും. ആ സമയത്ത് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ടാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കണേ. അന്നേരം നീയല്ല ആര് വിളിച്ചാലും ദേവികയ്ക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, നീ ഇനി അതും പറഞ്ഞിങ്ങനെ പ്രശ്നം ഉണ്ടാക്കണേ എന്തിനാ? എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ദേവികയെ വിളിച്ചുകൊണ്ടിരുന്നത്. നീ വിളിച്ച് പറയാതെ തന്നെ ദേവിക എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നില്ലേ, പിന്നെ എന്താ നിനക്ക് ഇത്ര പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട്, അതല്ല ഗിരി, എന്നാലും അവൾ എൻ്റെ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ലല്ലോ, അതിൻ്റെ ഒരു വിഷമം എനിക്കിന്ന്. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, നീ ഇനിയും ദേവികയായിട്ട് വഴക്ക് വെച്ചുകൊണ്ട് നടക്കാതെ ദേവികയോട് നല്ല രീതിയിൽ പെരുമാറും രജനി. നിനക്ക് ദേവികയോട് ഇത്ര വിരോധം വരാൻ ദേവിക നിന്നൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും ദേവികയ്ക്ക് നിന്നോട് ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ എന്ന്. ആ സമയത്ത് ഗിരിയുടെ അമ്മയും പറയുന്നുണ്ട്, ഗിരി പറഞ്ഞത് നേരാ രജനി, ദേവികയ്ക്ക് അങ്ങനെ നിന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ കേട്ടപ്പോൾ തന്നെ ഗിരിയെ ജാമ്യത്തിൽ ഇറക്കാൻ പോവോ, അതിൻ്റെ പേരിൽ പാർട്ടിക്കാർ ദേവികയ്ക്ക് എതിരാവുകയും ചെയ്തു. ആ സമയത്ത് രജനി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അച്ഛൻ പറഞ്ഞ് ലെവലാക്കിക്കോളും, അതോർത്ത് അമ്മയും ഗിരിയൊന്നും ടെൻഷൻ ആവണ്ടാന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും നന്ദൻ്റെ സുഹൃത്തും കൂടി വണ്ടിയിൽ പോണ സമയത്താണ് നമ്മളുടെ ഋഷി എതിരെ ബൈക്കിൽ വരണതാണ്. ഋഷിയെ കണ്ടതും നന്ദന് ആ ഒരു വീഡിയോയുടെ കാര്യം ഓർമ്മ വരുന്നുണ്ട്. പ്രഭാവതിയെ ഭീഷണിപ്പെടുത്തുന്നതും പിന്നീട് ചന്ദ്രമതി ഋഷിയെ തല്ലണതൊക്കെ അത് ഓർമ്മ വന്നതും അയാളോട് പറയുന്നുണ്ട്, നീ ഒന്ന് വണ്ടി നിർത്തിക്കേ, നമുക്ക് ഇവനെ ഒന്ന് പിടിക്കണമെന്ന്. അങ്ങനെ വേഗം തന്നെ ഋഷിയുടെ മുമ്പിലായിട്ട് വണ്ടി നിർത്തിയതും ഋഷി ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇത് ആരാടാ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടു നിർത്തിയേക്കണേന്ന് ചോദിച്ച് ഋഷി ഒച്ച എടുക്കുമ്പം വണ്ടിയിൽ നിന്ന് നന്ദൻ ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നിൻ്റെ പ്രശ്നം, നിനക്ക് എന്താണ് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളാരാ, നിങ്ങളെന്തിനാ എൻ്റെ ബൈക്കിൻ്റെ മുമ്പിൽ കൊടുന്ന് വണ്ടി നിർത്തിയേക്കണം, മര്യാദക്ക് വണ്ടി എടുത്ത് മാറ്റുമെന്ന് പറയുമ്പം ഇല്ല ഞങ്ങൾ വണ്ടി മാറ്റണില്ല, ഇന്നലെ നീ അമ്പലത്തിൽ വെച്ച് എൻ്റെ അമ്മയോട് എന്താടാ പറഞ്ഞേ, എൻ്റെ അമ്മയോട് മോശമായി പെരുമാറാൻ നിനക്ക് എവിടെ നിന്നാണ് ഇത്ര ധൈര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മയോട് ഞാൻ ഇനിയും മോശമായി പെരുമാറും, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ കുടുംബം വരെയും ഞാൻ ആ പക സൂക്ഷിക്കും, എൻ്റെ പകയിൽ നിൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമാവുന്നു. അത് കേട്ടത് നന്ദനാണ് ഈ ഭയങ്കര ദേഷ്യം വന്നിട്ട് നന്ദന ഋഷിയുടെ മുഖം നോക്കി നല്ല അടി അടിക്കുന്നുണ്ട്. ആ സമയത്ത് കൂട്ടുകാരൻ പറയുന്നുണ്ട്, വേണ്ട നന്ദ എന്ന് പറയുന്നുണ്ടെങ്കിലും നന്ദൻ നല്ല അടി അടിക്കുന്നുണ്ട്. അങ്ങനെ ഋഷിയുടെ കർണക്കുറ്റിക്കൊട്ടൊരു അടി കൊടുത്തതും ഋഷിയാണെങ്കിൽ ബോധം പോയി നന്ദൻ്റെ കൂട്ടുകാരൻ്റെ തോളയിലേക്ക് ഇങ്ങനെ വീണു പോകുന്നുണ്ട്. ആ സമയത്ത് ഇവൻ എന്തിനാ എൻ്റെ തോളയിലേക്ക് ചാഞ്ഞ് കിടക്കണേന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനാണെങ്കിൽ ഈ ഋഷിയെ കുലുക്കി വിളിച്ച് നിവർത്തി നിർത്തുന്ന സമയത്ത് ഋഷിക്കാണെങ്കിൽ ബോധമില്ല. ആ സമയം ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ഋഷി കുഴഞ്ഞ് നിലത്തേക്ക് വീണു പോകുന്നുണ്ട്. അത് കണ്ടതും നന്ദനും നന്ദൻ്റെ കൂട്ടുകാരനും ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് ഋഷി മരിച്ചു പോയോ എന്നുള്ള പേടിയിൽ നന്ദനും അയാളും കൂടി ഇങ്ങനെ കുലുക്കി വിളിക്കുന്ന സമയത്ത് ഋഷി മരിച്ചിട്ടൊന്നുമില്ല. ആ സമയം നന്ദൻ പറയുന്നുണ്ട്, ഇവനക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നതാ, ഇതിനു മുമ്പ് പല പ്രാവശ്യം ഇവനിങ്ങനെ മരിച്ചതുപോലെ ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഇവൻ്റെ മരണത്തിന് ഞാൻ സമാധാനം പറയേണ്ട വരുമെന്ന്. അങ്ങനെ നന്ദനും ആ കൂട്ടുകാരനും കൂടി വേഗം തന്നെ ഋഷിയെ എടുത്ത് അവരുടെ വണ്ടിയിൽ കിടത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്നതും ഡോക്ടർ ഋഷിയെ കണ്ടതും വേഗം തന്നെ ICUയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് അങ്ങനെ ICUയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം നന്ദനും നന്ദൻ്റെ കൂട്ടുകാരനും ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ആകെ സ്തംഭിച്ച് നിൽക്കുകയാണ്. ആ സമയം കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യൂടാ, അവനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ അകത്ത് പോവില്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരുന്നേടാ, അവനക്ക് അങ്ങനെ ഒന്നും സംഭവിക്കുകയൊന്നുമില്ല, ഇതിനു മുമ്പ് ദേവി പറഞ്ഞിട്ടുണ്ട് ഇവന്
അവനിങ്ങനെ പല പ്രാവശ്യം മരിച്ച അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന്. പിന്നെ ആസ്പത്രിയിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവൻ രക്ഷപ്പെടാറുണ്ട്. അതുകൊണ്ട് അവനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഇവർ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് ഋഷിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ആൾക്കിപ്പോൾ ബോധം തെളിഞ്ഞിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അയാളുടെ അമ്മയോട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കേട്ടതും നന്ദനും നന്ദൻ്റെ കൂട്ടുകാരനും എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ ഡോക്ടറെ എന്ന് ചോദിക്കുമ്പം അതെങ്ങനെ ശരിയാവണേ, നിങ്ങളല്ലേ അയാളെ ഇവിടെ കൊടുന്ന് അഡ്മിറ്റ് ചെയ്തത്, അതുകൊണ്ട് അരുന്ധതി മേഡം വന്നിട്ട് നിങ്ങൾ പോയാൽ മതിയെന്ന്. അത് കേട്ടത് ഇനി അരുന്ധതി വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാവണേന്ന് ഓർത്ത് ഇങ്ങനെ പേടിച്ച് നന്ദൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.